പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാമത്തെ വാക്യം. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിച്ച വചനം എന്ന് പറയുന്നത് ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ എന്നുള്ളതാണ് നാം ഇവിടെ ചിന്തിക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ ദൈവത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വചനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിവും ബോധ്യവും ഇതിന്റെ ആഴങ്ങളൊക്കെ അറിയാം എന്നുള്ളത് എനിക്കറിയാം. എന്നിരുന്നാലും മുകൊന്നിച്ച് ആ വചനം ചിന്തിച്ച് അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനായിരിക്കുന്ന മൽക്കീസേദെക്കിനെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതും ഈ മൽക്കീസേദെക്ക് ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചിന്തിച്ച് മൽക്കീസേദെക്കും അബ്രഹാമും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മളും ഈ മൽക്കീസേദെക്കും തമ്മിലായിട്ടുള്ള അത്യുന്നതത്തിന്റെ പുരോഹിതനുമായിട്ടുള്ള ബന്ധം നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് വലിയ ദൈവാശ്രയവും ദൈവസാന്നിധ്യവും ദൈവിക ബോധമൊക്കെ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ പറയുന്ന പുരോഹിതനും രാജാവുമായ മൽക്കീസേദെക്ക് അല്ലെങ്കിൽ അബ്രഹാമിന്റെ എതിരേറ്റ് ചെന്നു എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ മൽക്കീസേദെക്കിന് ചുറ്റും ധാരാളം ദൈവിക രഹസ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഇവൻ ആരാണ് എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവൻ ആര്, എവിടെ നിന്ന് വന്നു, എപ്രകാരം വന്നു, ഇവന്റെ പൂർവികത എന്താണ്, ഹല്ലേലൂയ എന്നീ കാര്യങ്ങളെല്ലാം വലിയൊരു ചോദ്യചിഹ്നമായി കാലങ്ങളായിട്ട് മനുഷ്യരുടെ നിൽക്കുകയാണ്. വേദപഠിതാക്കൾ ഇതിനെക്കുറിച്ച് ആഴമായി പഠിച്ച് അതിന്റെ വിശദീകരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ചില ആളുകൾ ഈ വചനം എടുത്ത് വലിയ സംവാദത്തിന് വന്ന് അവർ വ്യത്യസ്തമായ രീതിയിലൂടെ മൽക്കീസേദെക്ക് എന്ന ആ ദൈവത്തിന്റെ അത്യുന്നതനായ പുരോഹിതനെ കുറിച്ച് വ്യത്യസ്തമായ ചിന്തകളാണ് നൽകുന്നത്. ഹല്ലേലൂയ. വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ കാണുന്നത് ഇവൻ ദൈവപുത്രന് തുല്യനായവനാണ്. ഇവന്റെ നാളുകൾക്ക് ആരംഭവും ജീവനും അല്ലെങ്കിൽ അന്ത്യവും ഇല്ലാത്തവനും അത്രയെന്നാണ്. അവന് മാതാവും പിതാവും വംശാവലിയും ഇല്ലാത്തവനായി ജീവിച്ചുവെന്നാണ് ശാലേം രാജാവായ മൽക്കീസേദെക്ക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വ്യക്തിയെ കുറിച്ച് അനവധി കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ മറഞ്ഞു കിടക്കുന്നത്. പുതിയ നിയമസഭയ്ക്ക് ദൈവം ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവവചനവുമായി ദൈവത്തിൽ ഇരിക്കുന്ന സകല മനുഷ്യർക്കും വേദപുസ്തകത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില വ്യക്തികളെ കുറിച്ചും അവരുടെ ജീവിതങ്ങളെ കുറിച്ചും അവർ കൂടെ ദൈവം ചെയ്ത ദൈവിക ശുശ്രൂഷകളെ കുറിച്ചും ഒക്കെ പുതിയ നിയമസഭയ്ക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പഴയ നിയമ ഭക്തന്മാർക്ക് ദൈവം കൊടുത്തതിനേക്കാൾ ഉപരിയായ ദൈവികമായ ജ്ഞാനം അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം പകരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അതുതന്നെയല്ല ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വളരെ ബോധവാന്മാരും ബുദ്ധിമാന്മാരും വിദ്യാസമ്പന്നരും വിവിധ കാര്യങ്ങളെക്കുറിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് പോയി പഠിക്കുന്നവരും അതിന്റെ ഉത്തരങ്ങൾ അതിന്റെ ഒക്കെ കണ്ടുപിടിച്ച് കണ്ടുപിടിക്കുന്നവരുമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചും ദൈവികമായ ജ്ഞാനം ദൈവം കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില ദൈവികമായ രഹസ്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടിയിട്ട്, വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉള്ളിവെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം പരിശുദ്ധാത്മാവ് കൊണ്ട് നാം ആരംഭിച്ച് അല്ലെങ്കിൽ ദൈവവചന ധ്യാനവും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നെങ്കിൽ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതുപോലെയുള്ള ദൈവിക മർമ്മങ്ങളെ ഈ കാലഘട്ടത്തിൽ തലമുറകളിലേക്ക് പകരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളത് പ്രാപിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ഈ മൽക്കീസേദെക്കിനെ കുറിച്ച് വളരെ ചോദ്യചിഹ്നമാണ്. ഹല്ലേലൂയ. ഇവൻ ആരാണ്,
ഇവൻ എപ്രകാരം വന്നവനാണ്, ഇവന്റെ പൂർവികത എന്താണെന്നൊക്കെ ഇന്നും ജനത്തിനിടയിൽ ആശയമായി അവർ ചോദ്യചിഹ്നമായിട്ട് കിടക്കുക. ഹല്ലേലൂയ. ഈ മൽക്കീസേദെക്കിനെ ആദ്യമായിട്ട് കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷക്കാരനെ പോലെ അവിടെ കാണുന്നത്, ഒരു ശുശ്രൂഷക്കാരനെ പോലെയാണ് മൽക്കീസേദെക്കിനെ കാണുന്നത്. അത് നമ്മൾ 18-ാം വാക്യം വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ശാലേം രാജാവായി മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അതിന്റെ ചരിത്രഭാഗം നാം വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശാലേം രാജാവായ മൽക്കീസേദെക്ക് ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെരുശലേമിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ ശാലേം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. റോം എന്ന പ്രസിദ്ധ നഗരം സ്ഥാപിക്കപ്പെടുന്നതിന് 700 വർഷം മുമ്പ് യെബൂസ്യർ ശാലേം നഗരം ആക്രമിച്ച് കീഴടക്കുകയും അതിന് യെബൂസ് എന്ന് പേരിടുകയും ചെയ്തു. ഹല്ലേലൂയ. പിന്നീട് ഈ രണ്ട് പേരുകളും സംയോജിപ്പിച്ച് യെരുശലേം ആക്കി, സമാധാനത്തിന്റെ ഇരിപ്പിടമെന്നാക്കി. ഹല്ലേലൂയ. എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ യെരുശലേം എന്നാൽ വലിയ തിരുവഴുത്തിൽ ഹല്ലേലൂയ ഏകദേശം 807 പ്രാവശ്യത്തോളം യെരുശലേം എന്ന പദം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നാം ആ ഭാഗത്തേക്ക് വരും കാണുന്നത് കനാനാട്ടിൽ വന്ന് അലിയ സ്തോത്രം വലിയ ആ കനാനാട്ടിൽ വന്ന് സംയുക്തമായി ആക്രമണം നടത്തിയ 4 രാജാക്കന്മാരെ ഹല്ലേലൂയ അതിസമർത്ഥമായിട്ട് ഹല്ലേലൂയ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും കൊള്ളസാധനങ്ങളെല്ലാം മടക്കിക്കൊണ്ടുവരികയും ഹല്ലേലൂയ ചെയ്ത അബ്രഹാമിനെ ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം പുരോഹിതനുമായി മൽക്കീസേദെക്ക് എതിരേറ്റ് ചെന്ന് അവനെ അനുഗ്രഹിച്ചു. മൽക്കീസേദെക്ക് എന്ന എബ്രായ വാക്കിന് നീതിയുടെ രാജാവ് എന്നാണ് അർത്ഥം. മൽക്കീസേദെക്കിന്റെ ശുശ്രൂഷയുടെ 2 പ്രയോജനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ലോത്തിനെയും ലോത്തിന്റെ സമ്പത്തുകളുമെല്ലാം ഒരു കൂട്ടം ജനം വന്ന് കൈവശപ്പെടുത്തി ആക്രമിച്ചു കൊണ്ടുപോയി. അബ്രഹാം തന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുമായി ചെന്ന് 4 രാജാക്കന്മാരെ ജയിച്ച് കൊള്ളം മുതലെല്ലാം മടക്കിക്കൊണ്ടുവന്നപ്പോൾ യഹോവയായ ദൈവം ശാലേം രാജാവ് എന്ന നിലയിൽ മൽക്കീസേദെക്കായി അബ്രഹാമിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതാണ് യുദ്ധത്തിൽ ജയിച്ചു വരുന്ന അബ്രഹാമിന് ഹല്ലേലൂയ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു എന്ന് നമ്മളോട് വായിച്ചത്. അപ്പൊ ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം വായിക്കുന്ന പ്രിയ സ്നേഹിത, നീ ക്ഷീണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, നീ തളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ, നീ മടുപ്പ് അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്ന സന്ദർഭങ്ങളിൽ നിന്നെ കൈപിടിച്ചുയർത്തുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവം നിനക്ക് വിവിധമായ നിലയിൽ പ്രത്യക്ഷപ്പെടാം. ഹല്ലേലൂയ. അബ്രഹാമിന് പ്രത്യക്ഷമായതുപോലെ അബ്രഹാമിലൂടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ശാലേം രാജാവായി മൽക്കീസേദെക്കായിട്ടാണ്. അപ്പൊ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അവനെക്കുറിച്ച് വേദപുസ്തകം അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അപ്പൊ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പുരോഹിതനായി അബ്രഹാമിനെ എഴുന്നേറ്റ് വന്ന് അബ്രഹാമിന്റെ ഇരിക്കൽ കടന്നു വന്ന് അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊടുത്ത് അവനെ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവങ്ങൾ ഓർത്തു നോക്കി. നമ്മൾ പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും നമുക്ക് വേണ്ടി ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ചെയ്യും പ്രിയരേ. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവരാജ്യത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുക. അപ്പൊ തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി സദാസമയം പക്ഷപാതം ചെയ്യുന്നവൻ, ഭൂമിയിലായിരുന്നപ്പോഴും ജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്തവൻ, ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തന്റെ എളിമയും താഴ്മയും വെളിപ്പെടുത്തിയവൻ. അല്ലേ? ആ കർത്താവ് നമുക്ക് ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ സഹായിക്കും. മാത്രമല്ല, അബ്രഹാം 4 രാജാക്കന്മാരെ അതിസമർത്ഥമായി ജയിച്ച് കൊള്ളമുതലുമായിട്ട് മടങ്ങി വന്നപ്പോൾ ആ ജയത്തിൽ അബ്രഹാമിനെ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുക. അതെ, നീ പാപത്തെ വിട്ട്, ശാപത്തെ വിട്ട്, അന്ധകാരത്തെ വിട്ട്, ഈ ലോകത്തെ വിട്ട് സകലത്തെ നീ ജയിച്ച് മടങ്ങി വരുമ്പോൾ നിന്നെ ശുശ്രൂഷിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ കരുതുവാൻ യഹോവയായ ദൈവം അഥവാ പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു നിനക്ക് വിവിധമായ നിലകളിൽ അവൻ വെളിപ്പെടുക തന്നെ ചെയ്യും, രക്തം ചെയ്യും. ഹല്ലേലൂയ.
ഇവിടെ വായിക്കുന്നത് അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ മഹാപുരോഹിതൻ എന്നാണ് ഈ മൽക്കീസേദക്കിനെ കുറിച്ച് പറയുന്നത്. അല്ലെങ്കിൽ ഒരു രാജാവ് അത്യുന്നതനായി ദൈവത്തിന്റെ പുരോഹിതനായത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു രാജാവിന് ഒരിക്കലും അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പുരോഹിതനാകാൻ കഴിയില്ല. അഹരോന്യ പൗരോഹിത്യ പ്രകാരം ഒരു പുരോഹിതന് രാജാവാകുവാന് കഴിയില്ല. അപ്പോൾ ഒരു രാജാവിന് പുരോഹിതനാകാൻ കഴിയത്തില്ല അഹരോന്യ മര്യാദ പ്രകാരം, അല്ലെങ്കിൽ അഹരോന്യ പൗരോഹിത്യ പ്രകാരം അല്ലേരിയ. കാരണം അഹരോന്യ വംശത്തിനാണ് അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷ. അവർക്കൊരിക്കലും അഹരോന്യ കുടുംബത്തിന് ഒരു രാജാവായിരിക്കാനും പറ്റത്തില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. പക്ഷെ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവന് തേജോവനായി ദൈവം അല്ലേലിയ വെളിപ്പെട്ടു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി അല്ലേലിയ 7:3 വായിക്കുന്നത്. അപ്പൊ അബ്രഹാമിനെ വിളിക്കുന്ന സമയത്ത് തേജോവനായി ദൈവമായിട്ടാണ് അബ്രഹാമിന് ദൈവം വെളിപ്പെടുന്നത്. ഇവിടെ 4 രാജാക്കന്മാരെ ജയിച്ച് അല്ലേലിയ വരുമ്പോൾ മൽക്കീസേദക്ക് അല്ലേലിയ അപ്പവും വീഞ്ഞുമായിട്ട് വന്ന് സൂക്ഷിക്കുക. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. അപ്പൊ നോക്കിയ ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മൾ നോക്കണം. പ്രൈസ്. ഇങ്ങനെയാണ് സഹോദരൻ ഈ ദൈവം നമ്മളോട് ഇടപെടുന്നത്. നമ്മുടെ ഏത് സാഹചര്യത്തിൽ, നമ്മുടെ തളർന്ന സാഹചര്യത്തിൽ, നമ്മുടെ വിജയ സാഹചര്യത്തിൽ ദൈവം വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വേണ്ടി ഇടപെടാം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ വായിക്കുന്ന ശാലേം രാജാവായ മൽക്കീസേദക്കിന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമായി വെളിപ്പെട്ടു. ഹല്ലേലൂയ. ശാലേം രാജാവായി ഈ മൽക്കീസേദക്ക് ഹല്ലേലൂയ സ്വർഗത്തിലും ഭൂമിയിലും പ്രൈസലോ ആമി സ്തോത്രം അല്ലെങ്കിൽ നാഥനായ അത്യുന്നതനായ ദൈവമായി അവൻ വെളിപ്പെട്ടു. അപ്പം മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരും. പ്രൈസ്. നിങ്ങൾക്ക് ആമി വെളിപ്പെട്ട് വന്നതുപോലെ ആയിരിക്കത്തില്ല ദൈവം എനിക്ക് വെളിപ്പെടുന്നത്. നിങ്ങൾക്കും എനിക്കും ഒക്കെ വ്യത്യസ്തമായ നിലയിലാണ് ദൈവിക ദർശനങ്ങളും ദൈവിക വെളിപ്പാടുകളും ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നതും. ഹല്ലേലൂയ. നിങ്ങളുടെ എന്റെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയ, യേശുവിനെ കണ്ടുമുട്ടിയ സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ കർത്താവ് വെളിപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധ്യത്തോടു കൂടി പഠിക്കുകയും വിശ്വസിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കർത്താവായ യേശു ക്രിസ്തുള്ള മാധുര്യമേറിയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ അത്യുന്നതനായ ദൈവം എന്ന പ്രയോഗം 4 പ്രാവശ്യം ഹല്ലേലൂയ ഈ സ്തോത്രം ഈ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അത്യുന്നതനായ ദൈവം എന്നതിന് എബ്രായ ഭാഷയിൽ ഏലിയോൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 250 പ്രാവശ്യം അല്ലെങ്കിൽ ഈ വാക്ക് തിരുവെഴുത്തിലുണ്ട്. അപ്പം ദൈവത്തിന് താഴെ പറയുന്ന ഗുണവിശേഷങ്ങൾ വേദപുസ്തകം താഴോട്ട് വായിച്ചു കാണാൻ വിവിധ നിലകളാണ് ഗുണവിശേഷങ്ങൾ. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവൻ സർവശക്തിയുള്ള ദൈവമായി നിനക്ക് വെളിപ്പെടും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാമിന് ദൈവം വെളിപ്പെടുന്ന സർവശക്തിയുള്ള ദൈവമായിട്ടാണ്. ഹല്ലേലൂയ. ആമീൻ. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ തേജോവനായ ദൈവമായിട്ട് വെളിപ്പെടുന്നു. 4 രാജാക്കന്മാരെ ജയിച്ചും ആമെ വരുമ്പോൾ കൊള്ളമുതലായിട്ട് വരുമ്പോൾ ശാലേം രാജാവായ മൽക്കീസേദക്ക് അവൻ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവനെ സ്വീകരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായി. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 17-ലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞവിടെ സർവശക്തിയുള്ള ദൈവമായി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21-30 വരുമ്പം ദൈവം നിത്യദൈവമായിട്ടാണ് അല്ലെ വെളിപ്പെടുന്നത്. പിന്നെ നമ്മുടെ ദൈവത്തെ കുറിച്ച് തീഷ്ണതയുള്ള ദൈവം എന്നാണ് പുറപ്പാട് പുസ്തകം 20:5 കാണുന്നത്. അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 10:17 മഹാദൈവമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ജീവനുള്ള ദൈവമായിട്ട് യോശുവയുടെ പുസ്തകം ഹല്ലേലൂയ 3:10 കരുണയുള്ള ദൈവമായി ആവർത്തനം 4:31 സത്യദൈവമായി ആവർത്തനം 7:9 ഒക്കെ നമ്മുടെ ദൈവത്തെ കാണാം. ഹല്ലേലൂയ. ഭയങ്കരനായ ദൈവം, വിശ്വസ്തതയുള്ള ദൈവം, മനസ്സലിയുള്ള ദൈവം, അല്ലെങ്കിൽ ദയയുള്ള ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം. ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തമായ നിലകളിലൂടെ ദൈവം എനിക്കും നിങ്ങൾക്കും പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. അതിന് നമുക്ക് വേണ്ടുന്നത് ഹല്ലേലൂയ ജീവിത വിശുദ്ധിയാണ്. ഹല്ലേലൂയ. ജീവിത വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഏത് സമയത്തും വെളിപ്പെടാം. ഹല്ലേലൂയ. നിങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രാർത്ഥന വിഷയങ്ങളുമായി ദൈവത്തിനിരുന്ന് യാചിക്കുമ്പോൾ, അപേക്ഷിക്കുമ്പോൾ, അഭയാചന ചെയ്യുമ്പോൾ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുക തന്നെ ചെയ്യും. മാത്രമല്ല
ഈ ലോകത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, ശാപത്തെ ജയിച്ച്, ഈ ലോകത്തിന്റെ മോഹങ്ങളെയൊക്കെ നിങ്ങൾ അതിജീവിക്കുമ്പോൾ, സാത്താനെ നിങ്ങൾ അതിജീവിക്കുമ്പോൾ, ദൈവം നിങ്ങൾക്ക് വ്യത്യസ്തമായ നിലയിൽ സർവശക്തിയുള്ള ദൈവമായി, മഹാദൈവമായി, തീഷ്ണതയുള്ള ദൈവമായി, കരുണയുള്ളവനായി, മനസ്സറിയുള്ളവനായി, ദയയുള്ളവനായി നിങ്ങൾക്ക് കർത്താവ് വെളിപ്പെടും. ആ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ഞാനും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വലിയ പരിശോധനകളിലൂടെ ആയിരിക്കാം, പരീക്ഷണങ്ങളിലൂടെ ആയിരിക്കാം, ഒരുപാട് വെല്ലുവിളികൾ നമുക്കുണ്ടായേക്കാം. മനുഷ്യന്റെ സഹായം ഇല്ലാതെ വരുമ്പോൾ, മനുഷ്യന്റെയും മറ്റാരുടെയും സഹായങ്ങളും ഒരു കരുതലുകളും ഇല്ലാതെ വരുമ്പോൾ, നീ ഏകനായി തനിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ, ഒരു വാക്കുകൊണ്ട് നിന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു കൈത്താങ്ങൽ തരുവാൻ, കൈപിടിച്ച് നിന്നെ മുന്നോട്ട് നടത്തുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവം, ഹല്ലേലൂയ, ശാലേം രാജാവായ മൽക്കീസേദെക്ക് അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് ശുശ്രൂഷ ചെയ്ത്, അതുപോലെ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായി, ഹല്ലേലൂയ, ദൈവം നിന്റെ അരികിലും കടന്നു വരും. പ്രൈസലോ. അപ്പം നിങ്ങളുടെ അരികിലേക്ക് ദൈവം കടന്നു വരുന്ന ആ സാന്നിധ്യമാണ് നാം ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, അവങ്കിലേക്ക് നോക്കിയർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോതില്ല എന്ന് പറയുമ്പോൾ, ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പം വീഞ്ഞുമായി അബ്രഹാമിനെ എതിരേറ്റ് അബ്രഹാമിനെ ശുശ്രൂഷ ചെയ്ത് അത്യുന്നതനായിരിക്കുന്ന മഹാപുരോഹിതന്റെ സാന്നിധ്യം അബ്രഹാം ജീവിതത്തിൽ അനുഭവിച്ചതുപോലെ, ഇന്ന് പകൽ ഈ ദൈവത്തിന് കേൾക്കുന്ന ശ്രോതാവേ, നീ ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയണം കേട്ടോ. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പൊ നാം വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ആദ്യമായി മൽക്കീസേദെക്കിനെ ഉൽപ്പത്തിയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ കാണും. ഈ മൽക്കീസേദെക്ക് എന്ന് പറയുന്ന വ്യക്തിയെ ആദ്യമായി ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ശുശ്രൂഷകനെ പോലെ കാണുന്നു. കാരണം ജയം ഭരിച്ചു വന്ന അബ്രഹാമിന് അപ്പവും വീഞ്ഞവും നൽകി ക്ഷീണം നീക്കുകയാണ്, അവനെ ആശ്വസിപ്പിക്കുകയാണ്. കണ്ടോ, ഹല്ലേലൂയ. ഒരുപക്ഷെ അബ്രഹാം, ഹല്ലേലൂയ, സ്തോത്രം, 4 രാജാക്കന്മാരെ ജയിച്ച് കൊള്ളമുതലുമായിട്ട് മടങ്ങി വരുമ്പോൾ നമ്മുടെ ദൈവത്തിന് ശാലേം രാജാവ് മൽക്കീസേദെക്കുമായി ദൈവത്തിന്റെ അത്യുന്നതനായ പുരോഹിതനായി അവിടെ വെളിപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ദൈവം എന്താണ് ചെയ്തത്? ഹല്ലേലൂയ, അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിനെ, ഹല്ലേലൂയ, തണുപ്പിക്കുക, അബ്രഹാമിനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 14-ാം അധ്യായം നിങ്ങൾ വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 18 19 വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ 20 വാക്യങ്ങളിലേക്ക് ഇവരും കാണാൻ കഴിയും. അപ്പൊ ഇവിടെ കാണുന്ന മൽക്കീസേദെക്ക് അവരെ അനുഗ്രഹിച്ച് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ, ഹല്ലേലൂയ, എന്ന് പറയുക. സ്തോത്രം. അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ്. അത് നമ്മുടെ ദൈവം നമ്മെ ഏതു സമയത്തും അനുഗ്രഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. അപ്പൊ വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിലും, ഹല്ലേലൂയ, ഈ മൽക്കീസേദെക്കിനെ നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തന പുസ്തകത്തിലും ഈ മൽക്കീസേദെക്കിനെ കാണാൻ കഴിയും. 110-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഹല്ലേലൂയ, 110-ാം സങ്കീർത്തനം 4-ാം വാക്യം വായിക്കുമ്പോൾ, നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്ത് അനുദപിക്കുകയുമില്ലെന്നോ. ഹല്ലേലൂയ. അപ്പം ഇവിടെ മശിഹായെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. 110-ാം സങ്കീർത്തനം മശിഹ സങ്കീർത്തനമാണ്. ഇവിടെ മശിഹയെ കുറിച്ചാണ് പറയുന്നത്. മശിഹ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഉള്ള പുരോഹിതനെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പൊ 119-ാം സങ്കീർത്തനത്തിൽ മശിഹയെ കുറിച്ച് പറയുമ്പോൾ മൽക്കീസേദെക്കിനെ കുറിച്ച് പറയുന്നു. തുടർന്ന് എബ്രായ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണെന്ന് അവിടെയും വിശദമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, കർത്താവിന്റെ സേനാദിവസത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ, ഹല്ലേലൂയ, ദൈവം തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ, മണവാട്ടി സഭ ദൈവത്തോടു കൂടെ ചേരുവാനുള്ള സമയമാകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ സമയമാകുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ്, ഹല്ലേലൂയ, മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. 110-ാം സങ്കീർത്തനം വായിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ.
അപ്പൊ ഈ എബ്രായരുടെ ലേഖനത്തിൽ അവനെ മഹാപുരോഹിതനായി ക്രിസ്തുവിന് തുല്യനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഇബ്രായ ലേഖനം 7-ാം അധ്യായം 1 തൊട്ട് വാക്യങ്ങൾ നിങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്, ഈ മൽക്കീസേദക്കിനെ ക്രിസ്തുവിന് തുല്യനായി, മശീഹയ്ക്ക് തുല്യനായി രേഖപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവേ, സ്തോത്രം. അബ്രഹാമിന് തേജോവനായി ദൈവം, അല്ലെങ്കിൽ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പുരോഹിതനായ മൽക്കീസേദക്ക് മാത്രമല്ല, ആമേൻ, സർവശക്തിയുള്ള ദൈവം, തീഷ്ണതയുള്ള ദൈവമൊക്കെയായിട്ട് അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടതുപോലെ, സ്തോത്രം, നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് നിനക്ക് ആമേൻ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവുമായിട്ട് വലിയൊരു ബന്ധം ഉണ്ടായിരിക്കണം. സ്തോത്രം. അബ്രഹാമിനെ ദൈവം വിളിച്ച സമയം തൊട്ട് അബ്രഹാമിന്റെ ജീവിത യാത്രയിലെല്ലാം ദൈവത്തോടു കൂടെയാണ്. സ്തോത്രം. ദൈവമായിട്ട് എപ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുന്ന ആശയവിനിമയം ദൈവമായിട്ടാണ്. ഹല്ലേലൂയ. അബ്രഹാമിനെ പോലെ എപ്പോഴും ആശയവിനിമയം നാം ദൈവത്തോടായിരിക്കണം. സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അനുദിന ജീവിതത്തിനകത്ത് നിങ്ങൾ ആശയവിനിമയം നടത്തുന്നത് ആരോടാണ്? രക്തം ചെയ്യൽ. നിങ്ങൾക്ക് ആശയവിനിമയം നടത്തുവാൻ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവായിട്ട് ചേർന്ന് നടക്കണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇന്നത്തെ മനുഷ്യന്റെ ഒക്കെ ജീവിത രീതി അനുസരിച്ച് മനുഷ്യൻ ആശയവിനിമയങ്ങൾ അഥവാ സംഭാഷണങ്ങൾ നടത്തുന്നത് ലോകത്തോടാണ്. ഹല്ലേലൂയ. ഇന്നത്തെ യുഗത്തിൽ ലോകത്തോട് സമ്പാദിക്കുവാനും സംസാരിക്കുവാനും ആശയവിനിമയങ്ങൾ നടത്തുവാനുമുള്ള എല്ലാവിധ പദ്ധതികളും മനുഷ്യന്റെ കൈവശം തന്നെയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ഈ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അബ്രഹാമിന് ഈ ചാറ്റിങ്ങും ഫ്രണ്ട്സും ഒന്നും അന്ന് അല്ലാതിരുന്നിട്ടും അബ്രഹാമിന്റെ അല്ലെങ്കിൽ സ്നേഹിതനായി യഹോവയായി ദൈവം എപ്പോഴും അബ്രഹാമിനോട് കൂടിയിരുന്ന, അബ്രഹാമുമായിട്ട് വളരെ ആശയവിനിമയം നടത്തി അബ്രഹാമിന്റെ ജീവിതയാത്രയിലുടനീളം യഹോവയുടെ സാന്നിധ്യം വെളിപ്പെട്ടിരുന്നു. രക്തം ചെയ്യൽ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് 4 രാജാക്കന്മാരെ ജയിച്ച് യുദ്ധം മുതലുമായി കൊള്ള മുതലുമായി മടങ്ങി വന്നപ്പോൾ ശാലേം രാജാവായ മൽക്കീസേദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിനെ ശുശ്രൂഷിച്ച് അവനെ ആശ്വസിപ്പിച്ച് അവനെ തണുപ്പിച്ചെന്ന് പറയുന്നത്. ഓർത്തേക്ക് എപ്പോഴും നമ്മുടെ കർത്താവുമായിട്ടുള്ള ആശയവിനിമയം. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആരുമായിട്ടാണ് ആശയവിനിമയം? ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് ചോദിച്ചിരുന്നു. നിങ്ങളെ തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാട്ടെ. വിശ്വാസ ജീവിതത്തിൽ വന്ന നാൾ തൊട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് നിങ്ങൾ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വിഷയങ്ങളും വെല്ലുവിളികളും നേരിടുന്ന സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പരിശോധനകൾ കടന്നു വരുമ്പോൾ, പരീക്ഷകളെ നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങളുടെ ആശയവിനിമയം ആരുമായിട്ടാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയേണ്ടത്. നിന്റെ ജീവിതത്തിൽ ലോകത്തോട് നീ സമ്പാദിക്കാനും ആശയവിനിമയം നടത്തുവാനും പോകരുത്. നീ ദൈവത്തോട് ചേർന്ന് നടക്കണം. കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനമുണ്ടാകും. ജീവിതത്തിൽ നമുക്ക് ശത്രുവിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. യഹോവയായ ദൈവം അബ്രഹാമിനോട് ചേർന്ന് വസിച്ചത് കൊണ്ട്, ഹല്ലേലൂയ, ലോത്തിന്റെ മുതലുകളെല്ലാം അല്ലെങ്കിൽ ആട്ടുമാട്ട് കന്നുകാലികളെല്ലാം പിടിച്ചുകൊണ്ട് പോയ സന്ദർഭങ്ങളിൽ അബ്രഹാമിന് മനസ്സിലായി അവരെ ചെന്ന് കീഴ്പ്പെടുത്തി കൊള്ള മുതലും എല്ലാം മടക്കി കൊണ്ടുവരാമെന്ന് അബ്രഹാമിന് ചിന്ത വന്നു. കാരണം എന്താണെന്ന് പറയോ? അബ്രഹാം ദൈവത്തോടുകൂടെ, ദൈവം അബ്രഹാമിനോട് കൂടെയാണ്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അഭ്യാസികളുമായി ചെന്ന് അബ്രഹാമിനെ ജയിക്കാൻ കാരണമായത് അബ്രഹാമിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഈ വചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് ശത്രു സൈന്യം, സാത്താനി ശക്തികൾ വലിയ ശക്തമായി നിനക്കെതിരെ എഴുന്നേറ്റ് നിന്ന് പോരാടുമ്പോൾ, ഹല്ലേലൂയ, പിശാചും അവന്റെ ഗണങ്ങളും കൂടെ നിന്നെ ഉയർത്താതെ, നിന്നെ ഉയർത്താതെ, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ, ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ
നിന്നെ തളർത്തിക്കളയുന്ന, ക്ഷീണിപ്പിക്കുന്ന, മരവിപ്പിക്കുന്ന അനുഭവത്തിലൂടെ പിശാച് ഒരു വലിയ സൈന്യമായി നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ യേശു നിന്നോട് കൂടെ ഉണ്ടായിരിക്കണം. രക്തം ചെയ്യാം. അബ്രഹാമിനോടുകൂടെ യഹോവയായ ദൈവം ഉണ്ടായിരുന്നത് പോലെ പുതിയ നിയമസഭയോടെയും പറയട്ടെ, യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധ ആത്മാവ് നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ ഒരു സ്ഥലത്തും പരാജയപ്പെട്ടു പോകുകയില്ല. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ദൈവം തന്നിരിക്കുന്നത് പരാജയങ്ങളെ അതിജീവിക്കുവാനാ, പരീക്ഷകളെ അതിജീവിക്കുവാനാ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനാ, ശത്രു സൈന്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ദൈവം നേരിട്ട് വെളിപ്പെട്ട് അബ്രഹാമിനെ സഹായിക്കുകയാണെങ്കിൽ, പുതിയ നിയമസഭയ്ക്ക് നാം പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുക. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ ഉള്ളിലാക്കി വെച്ചിരിക്കുക. രക്തം ചെയ്യും. അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, ശത്രുവിന്റെ ഏതു തന്ത്രങ്ങളെ നിനക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. ശത്രുവിന്റെ ഏത് തന്ത്രങ്ങളെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നീ വിശുദ്ധ ജീവിതം നയിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് മുന്നോട്ട് യാത്ര ചെയ്യണം. രക്തം ചെയ്യണം. പരിശുദ്ധാത്മാവുമായി എപ്പോഴും നീ ആശയവിനിമയം ചെയ്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നിന്റെ കാര്യങ്ങൾ മുഴുവൻ നീ പരിശുദ്ധാത്മാവിലൂടെ നീ ദൈവത്തോട് സംസാരിക്കണം. രക്തം ചെയ്യും. അങ്ങനെ നീ ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് ഹല്ലേലൂയ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അബ്രഹാമിന്റെ ജീവിതം ഇത്രമാത്രം വിജയിക്കാൻ കാരണം, ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവം, തീക്ഷ്ണതയുള്ള ദൈവം, മഹാദൈവം അബ്രഹാമിന്റെ ജീവിതയാത്രയിൽ ഉടനീളം യാത്ര ചെയ്യുന്നു. രക്തം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ കിടന്ന് ഞരങ്ങുന്നത്, നമ്മൾ ഈ കിടന്ന് വേദനിക്കപ്പെടുന്നത്, സങ്കടപ്പെടുന്നത്, നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്, നമ്മൾ ഈ പോരാട്ടമാണ്, അല്ലെങ്കിൽ ബന്ധനമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുന്നതിന്റെ കാരണം എന്താ? നമ്മളും ദൈവമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളും പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരോട് ചോദിച്ചാലും പറയും, പാസ്റ്റർ ഭയങ്കര പോരാട്ടമാണ്, ഭയങ്കര ബന്ധനമാണ്, ആമേൻ, ജീവിതത്തിൽ ജയിക്കാൻ പറ്റുന്നില്ല, ഉയരുവാൻ കഴിയുന്നില്ല, എന്ത് ചെയ്താലും നഷ്ടമാണ്, എന്ത് ചെയ്താലും പരാജയമാണ്, മക്കൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, അവർക്ക് നല്ല ജോലി ലഭിക്കുന്നില്ല, അവരുടെ വിവാഹം നടക്കുന്നില്ല, അവർക്ക് തലമുറയെ ലഭ്യമാകുന്നില്ല, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കുന്നില്ല, ജ്ഞാനം കിട്ടുന്നില്ല, അവർ ജീവിതത്തിൽ അലസരായി മാറുന്നു, പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, ഇത്യാദി അനവധി കാര്യങ്ങളാണ് നാം ഓരോ ദിവസവും പരാതികളായി, പരിഭവങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിന്റെ കുടുംബത്തിനകത്ത് ഇതൊക്കെ സംഭവിക്കുന്നത്? നിന്റെ കുടുംബജീവിതം നശിക്കുന്നത്, കുടുംബജീവിതം ഛിന്നഭിന്നമായി മാറുന്നത്, കുടുംബജീവിതത്തിന്റെ സമാധാനം കിട്ടുപോകുന്നത്, സാമ്പത്തികമായി നീ പിന്നോക്കം പോകുന്ന, പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് സ്വാഭാവികം? അല്ലേ? കാരണം ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ട് നിനക്ക് ബന്ധം കുറയുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവുമായി ബന്ധം കുറയുന്നതുകൊണ്ടാണ്. നിന്റെ ആവശ്യങ്ങൾ നീ പരിശുദ്ധാത്മാവുമായി സംസാരിക്കാതെ, ദൈവത്തോട് അറിയിക്കാതെ, നിന്റെ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് പല സ്ഥലങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. രക്തം ചെയ്യും. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എന്താ? അബ്രഹാമിന്റെ മുഴുവൻ ചോദ്യങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കുന്നത്. അബ്രഹാമിന്റെ മുഴുവൻ സംശയങ്ങൾക്കും ഒരു ദൈവം മറുപടി കൊടുക്കുന്നത്. ഞാൻ പറയാണ്, അബ്രഹാമിന്റെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ കാണാമായിരിക്കും. പക്ഷെ അതിലെല്ലാം ദൈവ സഹായകന. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം എപ്പോഴും കൂടാരം മാറ്റി മാറ്റി അടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്, അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ചാറ്റിംഗ് ഒന്നുമില്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള ആശയവിനിമയം അബ്രഹാം നടത്തും പ്രാർത്ഥനയില്. അപ്പം ദൈവമായി കർത്താവ് അബ്രഹാമിന്റെ കൂടാരവാതിൽക്കൽ ഇറങ്ങി വരും. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവമായിട്ട് ബന്ധം പുലർത്തണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ കഷ്ടതകൾ മാറണമെങ്കിൽ, നിന്റെ പ്രതിസന്ധികൾ മാറണമെങ്കിൽ, വെല്ലുവിളികൾ മാറണമെങ്കിൽ, ആമേൻ, പിശാചിന്റെ തന്ത്രങ്ങളെ നിനക്ക് ജയിക്കണമെങ്കിൽ, നീ ദൈവത്തിന്റെ സർവായുധ വർഗധാരിയായി നീ ദൈവത്തോട് ചേർന്ന് നിൽക്കണം.
പ്രൈസ്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുന്നത്, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാനാ പറയുന്നത്. അല്ലേലി. അപ്പൊ കർത്താവിൽ ഒരു അമിത ബലത്തിൽ ശക്തിപ്പെടണം. അല്ലേലിയ. വീണ്ടും നാം ദൈവത്തിന് വരം വായുമ്പം കാണുന്നുണ്ട്. അല്ലേലിയ. അബ്രഹാമിനെ എതിരേറ്റു വന്ന മൽക്കിസേദക്ക് അത്യുന്നതന്റെ പ്രതിനിധിയാണ്. അല്ലേലിയ. സ്തോത്രം. യഹോവ അബ്രഹാം രാജ്യങ്ങളെ ജയിച്ചു വന്നതുപോലെ നിങ്ങളും ലോകത്തെ, ജഡത്തെ, പിശാചിനെ ജയിക്കണം. അല്ലേലിയ. അബ്രഹാം 4 രാജാക്കന്മാരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി കൊള്ളമുതൽ മുഴുവൻ കൊണ്ടുവന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഈ ലോകത്തെ, ജഡത്തെ, പിശാചിനെ, അല്ലെങ്കിൽ ശത്രുക്കളെ ജയിക്കണം. നിങ്ങൾ ജയിച്ച അബ്രഹാമിനെ പോലെ നിങ്ങൾ നിൽക്കണം. അല്ലേലി. അപ്പൊ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെയും, ജഡത്തെയും, പിശാചിനെയും, ശത്രുവിനെയും ജയിക്കണം. അല്ലേലി. അപ്പോൾ ജയം വരിച്ച ക്രിസ്തുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് തെസ്സലോനിക്ക ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. തെസ്സലോനിക്ക 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വരും കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് കൂടെ ഹല്ലേലൂയ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അവരോട് കൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ, ഇതൊക്കെ നമ്മൾ ആത്മാവ് കൊണ്ട് കേൾക്കണമെങ്കിൽ നമ്മൾ ആത്മാവിൽ ഒരുങ്ങിയിരിക്കുക തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ സർവശക്തനായ ദൈവം എന്നാണ് അബ്രഹാമിനെ കുറിച്ചുള്ള ചിന്തയിൽ കാണുന്നത്. അപ്പം വേദപുസ്തകത്തിൽ ഈ ആദ്യമായി അത്യുന്നതനായ ദൈവം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 14:18 ദൈവം അബ്രഹാമിനെ ഹാരാനിലേക്ക് വിളിക്കുമ്പോൾ ഹല്ലേലൂയ തേജോമനായ ദൈവം എന്നാണ് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7:2 വായിച്ചെന്ന് കാണാൻ കഴിയും. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ സർവശക്തനായ ദൈവമായിട്ടാണ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നിങ്ങൾ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിവിധമായ നിലകളിൽ പ്രത്യക്ഷമാകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജീവിതത്തിൽ നമുക്ക് ദൈവമായിട്ട് അടുത്ത ബന്ധം പുലർത്തി ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഉറച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ മുഴുവൻ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു ആത്മീയൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ദൈവഭക്തൻ എന്നുള്ള നിലയ്ക്ക്, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയ്ക്ക്, നിങ്ങളൊരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബന്ധം മുഴുവൻ കർത്താവിനോടായിരിക്കണം. ഒരിക്കലും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ മനുഷ്യരോട് പങ്കുവെച്ചാൽ അതിന് പൂർണ്ണ മറുപടി കിട്ടത്തില്ല. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ മനുഷ്യരോട് പങ്കുവെച്ചാൽ താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടും. ഹല്ലേലൂയ. താൽക്കാലികമായ ഒരു വിടുതലൊക്കെ ലഭിക്കും. പക്ഷെ അത് ചില നാളുകൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ സർവശക്തിയുള്ള ദൈവത്തോടാണ് പറയുന്നതെങ്കിൽ അത് താൽക്കാലികമല്ല, അത് നിത്യമായ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിലൊക്കെ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അവനോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. ഹല്ലേലൂയ. ഈ വചനം അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ എഴുതിയില്ലെങ്കിലും, ഹല്ലേലൂയ, അന്ന് അബ്രഹാമിന് ഈ വചനം വായിക്കുക കിട്ടിയില്ലെങ്കിലും നമ്മുടെ കർത്താവ് വാമൊഴിയായിട്ട് ഹല്ലേലൂയ സ്തോത്രം അബ്രഹാമിനോട് സംസാരിച്ചു കാണും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു കാണും, അബ്രഹാമേ, നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ സ്തോത്രത്തോടെ നീ എന്നോട് അറിയിക്കുക, ഞാൻ സദാസമയം നിന്റെ വലകൈ പിടിച്ച് നിന്നെ നടത്തുമെന്ന് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു കാണും. പക്ഷെ പുതിയ നിയമസഭയിൽ നമുക്ക് വെളിപ്പെടുത്തി തരിക, നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അതേ സ്നേഹിത, അതേ മാതാപിതാവേ, നിന്റെ സകല ആവശ്യങ്ങളും നീ ദൈവത്തോട് അറിയിക്കണം. നീ ഒരു ഭക്തനായി നിൽക്കുന്നിടത്തോളം കാലം, ഒരു വിശ്വാസിയായി നിൽക്കുന്നിടത്തോളം കാലം, നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന ആ നിലയിൽ നീ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ
എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ശത്രുവിന്റെ പോരാട്ടം നിനക്കെതിരെ വളരെ ശക്തമായിരിക്കും. ഹല്ലേലൂയ. നിന്നെ വിശ്വാസത്തിൽ തള്ളിക്കളയുവാൻ, നിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുവാൻ, നിന്റെ വിശുദ്ധ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പിശാച് പല പദ്ധതികളുമായി നിനക്ക് നേരെ കടന്നു വരാം. ഹല്ലേലൂയ. പലരും വീണുകൊണ്ടിരിക്കുക, പലരും വീണുപോയി. അതിന്റെ നടുവിൽ ദൈവം നിന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കണം. രക്തം ചെയ്യും. വീണു പോകരുത് കേട്ടോ. ഈ ലോകത്തിന്റെ മോഹങ്ങൾ ഒരിക്കലും വീണു പോകരുത്. പ്രലോഭനങ്ങൾ ഒരിക്കലും വീണു പോകരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രഭാവത്തെ നീ ജയിക്കണം. അല്ലെങ്കിൽ ലോകത്തിലുള്ളതിനെ നിങ്ങൾ സ്നേഹിക്കരുത്. അല്ലെങ്കിൽ ദൈവമായിട്ട് ഇടപഴകി, ദൈവമായിട്ട് അടുത്ത് ചേർന്നിരുന്ന് കർത്താവിനോട് കൂടെ നടക്കണം. രക്തം ചെയ്യാം. അപ്പം വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, അത്യുന്നതനായ ദൈവം എന്ന പദം ഇതിലും അധികമായി ഇയ്യോബിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. 91 സംഗീതത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവരെന്നാണ്. അതെ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി വാഴ്ത്തപ്പെട്ടവനാണെന്നാണ് എഫേസ്യ ലേഖനം 1:3 വായിക്കുന്നത്. അതെ, ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിങ്ങളെ ക്രിസ്തുവിനോടുകൂടെ ഹല്ലേലൂയ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തത് എഫേസ്യ ലേഖനം 2:7 വായിക്കുന്നുണ്ട്. അതേ സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിങ്ങളെ സ്വർഗത്തിലെത്തിയിരിക്കുക. നിങ്ങൾ ആക്ഷരികമായി നോക്കുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിലാണ് വസിക്കുന്നെങ്കിലും ആത്മീയമായി നോക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിങ്ങൾ സ്വർഗത്തിന്റെ അനുഭവത്തിലായിരിക്കുന്നത്. ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മാതാവേ പിതാവേ, നീ ഒരിക്കലും പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. നിന്റെ സ്ഥാനം എവിടെയാണെന്ന് തിരിച്ചറിയണം. നീ ഭൂമിയിലാണ് വസിക്കുന്നതെങ്കിലും നിന്റെ സ്ഥാനം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് വായിക്കുന്നുണ്ട്. പലരും ക്രിസ്തുവിൽ വിശ്വസിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിൽ രക്ഷ പ്രാപിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി ദൈവത്തിന്റെ വെളിപ്പാടുകളും ദൈവിക ദർശനങ്ങളും സ്വപ്നങ്ങളും പ്രാപിച്ചു. പലപ്പോഴും ദൈവമായിട്ട് അഭിമുഖമായി സംസാരിക്കുന്നത് പോലെ സംസാരിച്ചിട്ടുണ്ട്, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, ദൈവവചനത്തിലൂടെ. പക്ഷെ പലരും അടിസ്ഥാനം മറിഞ്ഞുപോയി. അതുകൊണ്ടാണ് അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ബാക്കി നിങ്ങളങ്ങ് പൂരിപ്പിക്കുക. സ്തോത്രം. അപ്പൊ നിന്റെ അടിസ്ഥാനം മറിഞ്ഞു പോകരുത്. ഹല്ലേലൂയ. അടിസ്ഥാനം മറിഞ്ഞു പോകാതെ ക്രിസ്തു എന്ന പാറമേൽ നീ അടിസ്ഥാനം വിട്ട് ജീവിതയാത്രയെ, നിന്റെ ആത്മീയ ജീവിതത്തെ നീ പണിത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ സകല കഷ്ടങ്ങളും ദൈവം മാറ്റിത്തരും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അത്യുന്നതന്റെ പുരോഹിതനായ മൽക്കിസേദക്ക് പരാജിതനായ ലോത്തിനെയും രാജാക്കന്മാരെ എതിരേറ്റു പോയില്ല കേട്ടോ. അത്യുന്നതന്റെ പുരോഹിതനായ മൽക്കിസേദക്ക് പരാജയപ്പെട്ടു പോയ ലോത്തിനെയും രാജാക്കന്മാരെയും തെരഞ്ഞു പോയില്ല. അല്ലൊരു ജയം വരിച്ചു വന്ന അബ്രഹാമിനെയാണ് അവൻ എതിരേറ്റു വന്നത്. അല്ലേലൂയ. ജയിച്ചവനെയാണ് സ്തോത്രം അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്ന മൽക്കിസേദക്കെതിരേറ്റ് ചെന്നത്. അതെ, നിങ്ങൾ ലോകത്തെ ജയിച്ച് യേശുവിന്റെ നാമത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ജയം വരിക്കാം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 16:33 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതേ സ്നേഹിത, ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും കർത്താവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നേ. നീ ലോകത്തെ ജയിക്കണം. അബ്രഹാം 4 രാജാക്കന്മാരെ ജയിച്ചു കൊള്ളം മുതലുമായി മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ശാലേം രാജാവായ മൽക്കിസേദക്ക് അപ്പവും വീഞ്ഞുമായി ചെന്ന് അബ്രഹാമിനെ ആശ്വസിപ്പിച്ച് അവനെ തണുപ്പിച്ചതുപോലെ നീ ലോകത്തെ ജയിക്കണം. നീ ലോകത്തെ ജയിക്കണം, ശത്രുവിനെ ജയിക്കണം, പിശാചിനെ ജയിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നീ ലോകത്തെ ജയിച്ച് പിശാചിനെ ജയിക്കുമ്പോൾ ദൈവം നിന്നോട് കൂടെ വസിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന സ്നേഹിത, സ്തോത്രം, വലിയ വെളിപ്പാട് പുസ്തകത്തിൽ ജയിക്കുന്നവനെ എന്ന വാക്ക് വിവിധ പ്രാവശ്യം കാണാൻ കഴിയും. നിങ്ങൾ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 21:7 വായിച്ചാൽ കാണാൻ കഴിയുന്നത്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും.
ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അതെ, ജയിച്ചു വന്നവനായ അബ്രഹാമിനോട് കൂടെയാ ദൈവം. അല്ലയോ, പരാജയപ്പെട്ട ലോത്തിന്റെ കൂടെയും പരാജയപ്പെട്ട രാജാക്കന്മാരോട് കൂടെയും അല്ലൊരു ദൈവ സാന്നിധ്യമില്ലായിരുന്നു. ജയിച്ചവനായ അബ്രഹാമിനോടുകൂടെ അത് നീ ലോകത്തെ ജയിക്കുമ്പോൾ, പാപത്തെ ജയിക്കുമ്പോൾ നിന്നോട് കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിന്റെ ജീവിതയാത്ര, നിന്റെ വിശ്വാസ ജീവിതം നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകളടച്ചാട്ട് ആമിൻ. 4 രാജാക്കന്മാരെ ജയിച്ച് കൊള്ളമുതലുമായി മടങ്ങി വന്ന അബ്രഹാമിനെ ശാലേം രാജാവ് മൽക്കീസേദെക്ക് കപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് ഹല്ലേലൂയ അവനെ ആശ്വസിപ്പിച്ചതുപോലെ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനായി അബ്രഹാമിന് ദൈവം അവിടെ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽ കർത്താവ് ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജനം പലപ്പോഴും പരാജിതനും ക്ഷീണിതനും ദുഃഖത്തിലും കഷ്ടത്തിലും പ്രതിസന്ധിയിലുമാ. അതിന്റെ നടുവിൽ കർത്താവ് ഇന്ന് പകൽ ജനം വായിച്ചുകൊണ്ടിരിക്കുന്ന, ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നിലയിൽ ദൈവം അവർക്കൊന്ന് വെളിപ്പെടണമേ. മഹാദൈവമായി, തീക്ഷ്ണതയുള്ള ദൈവമായി, ഹല്ലേലൂയ, സമാധാനത്തിന്റെ ദൈവയുടെ കരുണയുടെ ദൈവമായി കർത്താവ് ജനത്തിൽ വെളിപ്പെട്ടവരുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും മാറ്റി എന്റെ കർത്താവ് ജനത്തെ ആശ്വസിപ്പിക്കണമേ. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. ആമേൻ. ലോകത്തെയും പാപത്തെയും ജനത്തെയും ജയിച്ച് കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ നിത്യകാലം ജീവിപ്പാൻ ജനത്തിന്റെ ഹൃദയങ്ങളിൽ ആത്മസമർപ്പണം കൊണ്ടുപോകാൻ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. രോഗത്തിലും പാപത്തിലും ശാപത്തിലും ബന്ധനത്തിലും അകപ്പെട്ട് കിടക്കുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിലും ലഹരി പദാർത്ഥങ്ങൾ വീണ് കിടക്കുന്നവർ, ഈ ലോകത്തിന്റെ മോഹന പ്രലോഭനങ്ങൾ വീണ് ദൈവമായി ബന്ധമില്ലാതെ ഹല്ലേലൂയ കർത്താവേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ജനത്തിന് ഒരു മനസ്സാന്തരം കൊടുക്കണമേ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യൗവനത്തിലും വാർദ്ധക്യത്തിലും ആലുംബൃത്തിലും അസന യാചകർ, ഓർഫനേജിലും ഓട്ടേജിലും തടമുറയിലായിരിക്കുന്ന വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന കരസേന, വ്യോമസേന, നാവികസേന, ഹല്ലേലൂയ, അതിർത്തികൾ കാക്കുന്ന BSF, CRP അടക്കമുള്ള ക്രമസമാധാന പാലകരെ, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ ഞങ്ങളുടെ പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ആമിയുടെ ജുഡീഷ്യൽ വിവിധമായ വകുപ്പുകളെ, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന, യാത്ര ചെയ്യുന്ന വാഹനത്തിൽ നിർമ്മിതാക്കൾ സെറ്റ് ചെയ്യുന്നവരെ, ആമി തീരദേശവാസികളെ, കടലോരവാസികളെ, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്ന കനികളും കമ്പനികളും ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും, എല്ലാ വഴിയോര കച്ചവടക്കാരെയും, എല്ലാ കൺസ്ട്രക്ഷൻ മേഖലയും, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആമി സഹകരണ മേഖലയും, പൊതുമേഖലയും, ആരോഗ്യ മേഖലയും, വിദ്യാഭ്യാസം, ബാങ്കിങ് മേഖല, ബാങ്കിങ് മേഖലയിലെ സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ, ഭരണപ്രതിപക്ഷ പാർട്ടികളെ, മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരെ, ചലച്ചിത്ര, മാധ്യമ, മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന, കുടിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും, വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയി പഠിക്കുന്നവർ, വിദേശ രാജ്യങ്ങൾ കടന്നുപോയി കഷ്ടത അനുഭവിക്കുന്നവർ, സാലറി കിട്ടാതെ മണലാരത്തി കഷ്ടം സഹിക്കുന്നവർ, നാട്ടിലേക്ക് വിടാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, വിസ പുതുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, വിവിധ കേസുകൾ അകപ്പെട്ട് ക്രമപ്പെട്ട ജയിലിൽ കിടക്കുന്നവർ, ദേശരാജ്യ ജോലിക്കായി കഷ്ടം സഹിക്കുന്നവർ, സൗരന്മാർ, ഹല്ലേലൂയ, അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സകല ദൂരത്തും ജനം വിടുവിക്കപ്പെട്ട് മടങ്ങി വന്ന ഒരു സമാധാനം ഉണ്ടായി. അബ്രഹാം ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ ഈ ജനം ദൈവത്തോട് ചേർന്ന് നടന്ന് കർത്താവിന്റെ വരവെങ്കിൽ യേശുവിനോട് എടുക്കപ്പെടുവാൻ ഈ ജനത്തെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ ജനത്തിന്റെ ദൈവത്തിന്റെ നീതി വെളിപ്പെടട്ടെ. ഈ ലോകം മുഴുവൻ കഷ്ടതയിലും പാപത്തിലും ശാപത്തിലും സാത്താന്റെ കൊടിയ വഞ്ചനയിലാണ്. സാത്താന്റെ ആരാധനകൾ പെരുകുമ്പോൾ അതിലേക്ക് ജനം വീണു പോകാതെ, പാപത്തിലേക്ക് വീണു പോകാതെ, പാപത്തിന്റെ വശീകരണം ജനം വിടിവിക്കപ്പെട്ട് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ ജനത്തെ ഒരുക്കണമേ. സകലമകത്തും എടുക്കണം, തലമുറകളെ വിടിവിക്കണമേ, പാപത്തിന് വിടിവിക്കണം. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ പണിയപ്പെടുവാൻ, തലമുറയിൽ ലഭിക്കുവാൻ, സ്ഥലമില്ല സ്ഥലം, വീടുകൾ ലഭിപ്പാൻ, അവരുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ജോലി ലഭിക്കുക, അവരുടെ പഠനം അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ യാത്ര അനുഗ്രഹിക്കുക, ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിനിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.